ശബരിമലയിലെ തീപിടുത്തത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. 1902 മുതൽ 2025 വരെയുള്ള വ്യത്യസ്ത കാലയളവിലെ തീപിടുത്തങ്ങളെ കുറിച്ചാണ്. അതിൽ 2 പ്രാവശ്യം ക്ഷേത്രത്തെ നശിപ്പിച്ചത്, ബാക്കിയുള്ളത് ക്ഷേത്രത്തിലല്ല കൊപ്രാപുരയും വാഹനമൊക്കെ കത്തിയതാണ്. അശുഭലക്ഷണങ്ങളായി കത്തിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ 1950 കത്തിക്കൽ എന്ന് പറയുന്നത് പർപ്പസായി കത്തിച്ചതാണ്. ചരിത്രത്തിൽ കിടക്കുന്നത് കരിമ്പിനാൽ കുടുംബം. ഇനിയിപ്പം നേരിട്ട് പറയാം, ഇതുവരെ ഞങ്ങൾ നേരിട്ട് പറഞ്ഞില്ല. പല ചാനലുകളിലും വന്നിട്ടുണ്ട്. ഡോക്ടർ ശശിഭൂഷൺ സാറൊക്കെ ചരിത്രകാരനാണ്, ഗവേഷകനാണ്, ക്ഷേത്രകലകളിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്. അതിനെ കോട്ട് ചെയ്താൽ ഞാൻ പറയും. കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ള കരിമ്പിനാൽ കുടുംബക്കാരാണ്. ആ കുടുംബം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ആ നാട് വിട്ടുപോയി, അദ്ദേഹത്തിന് പിന്നെ കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടി ആ കുടുംബം. എന്തായാലും വളരെ കഷ്ടം. അന്ന് സമ്പന്നതയിൽ കഴിഞ്ഞ കുടുംബം പിന്നെ ജീവിതത്തിൽ നേതൃത്വം കൊടുത്തതിന് ശേഷം കഷ്ടപ്പെട്ടു. അത് പോട്ടെ. ആ കരിമ്പിനാൽ കുടുംബത്തിലെ ആളുകൾ, ക്രിസ്തീയ വിശ്വാസികളെല്ലാം കൂടി കത്തിച്ചത് എന്തിനു കത്തിച്ചു? എസ്റ്റേറ്റ് മാനേജർ ഉണ്ടായിരുന്നു അവിടെ ശബരിമല എസ്റ്റേറ്റ് പിടിക്കണം. ഈ ക്ഷേത്രം വളർന്നു വരികയാണ്. 1000, 2000, 3000 ആളുകളുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ അത് ഈ ക്ഷേത്രത്തെ പിടിക്കണം എന്നുള്ള, കാനന ക്ഷേത്രം പിടിക്കണം എന്ന്. കാരണം അതിനു മുമ്പ് അവിടെ ആരും ആൾ കയറാതെ കിടന്നപ്പോൾ ഒന്നും ചെയ്യണ്ടായിരുന്നു. പക്ഷേ ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ അത് പിടിക്കണം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ കത്തിച്ചു. ഞാൻ പറയാൻ വന്ന കഴ അതല്ല. ആ കത്തിച്ചതിൻ്റെ പേരിൽ ഒരു കേശവ മേനോനെ വെച്ചിട്ടൊരു സമിതി ഉണ്ടാക്കി. DIG മദ്രാസ് സർവീസിൽ DIG ആയിരുന്ന കേശവ മേനോനെ വെച്ചിട്ടൊരു സമിതി ഉണ്ടാക്കി. ആ സമിതി ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചു. ഗവൺമെൻറ് അത് പൂഴ്ത്തിവെച്ചപ്പോഴാണ് 57 തെരഞ്ഞെടുപ്പ് വരുന്നത്. ആർക്കും അറിയാത്ത ചരിത്രങ്ങളാണിതൊക്കെ. ഈ ചരിത്രം ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. ഇത് പുറത്തു വരണ്ടേ? 57 എല്ലാവരും ധരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് തൊഴിലാളികളുടെയും മറ്റൊരുപാട് പുന്നപ്രവയലാർ സമരത്തിൻ്റെയും കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും സമരത്തിൻ്റെയൊക്കെ ഭാഗമായി വലിയ ആവേശത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ അങ്ങ് അധികാരത്തിൽ വന്നു എന്നാണ്. ഒരിക്കലുമല്ല. അതുണ്ട്, തൊഴിലാളികളുടെയൊക്കെ വോട്ട് കിട്ടി. പക്ഷേ വളരെ പ്രധാനപ്പെട്ട വോട്ട്, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് കിട്ടിയത് ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. ഹിന്ദു സമൂഹത്തിന് കൊടുത്തൊരു വാക്കുണ്ട്. NSSും SNDP, ഇന്നത്തെ SNDP NSSും അല്ല. അന്നത്തെ NSS എന്ന് പറയുന്ന നായർ സൊസൈറ്റി മന്നത്ത് പപ്പനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ R ശങ്കർ SNDPയെ റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ SNDP ഈഴവനായിട്ടാളിന് കൊടുക്കണമെന്നുള്ള നിലയിൽ R ശങ്കർ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ, ആ കാലഘട്ടത്തിലൊക്കെ EMSും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പ്, ശബരിമല വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായി റിപ്പോർട്ട് വയ്ക്കും, നടപടിയെടുക്കും. അത് കഴിഞ്ഞ് 1987 വരെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. പമ്പയാറിലൂടെ എന്തുമാത്രം വെള്ളം ഒഴുകിപ്പോയി, ഒരാളും റിപ്പോർട്ട് പുറത്തു വച്ചില്ല. ഇതിനിടയിൽ ദേശബന്ധു എന്ന് പറയുന്ന ഒരു പത്രത്തിൽ റിപ്പോർട്ട് വന്നു. അന്ന് C കേശവൻ എന്ന് പറയുന്ന യുക്തിവാദമൊക്കെ പറയുന്ന വ്യക്തി പറഞ്ഞു, അങ്ങനെ ഒരു റിപ്പോർട്ട് വയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും. അതുകൊണ്ട് തന്നെ 57 മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, മുമ്പുള്ള ഗവൺമെന്റ് അത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ 57 ഗവൺമെന്റ് വരുന്നതിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വലിയ ആവേശത്തോടുകൂടി അന്ന് വച്ചൊരു മുദ്രാവാക്യമാണ്. അന്ന് എല്ലാ വേദികളിലും EMS അടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ, അന്ന് കാരണമുണ്ട്, അന്ന് മുസ്ലിം ലീഗ് ഇത്രയും ശക്തമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത് ശക്തമായൊരു പാർട്ടിയല്ല. കേരള കോൺഗ്രസ് അങ്ങനെ ശക്തമല്ല. ആ കേരള കോൺഗ്രസിൻ്റെ ഈ പറയുന്ന രൂപത്തിലുള്ള കേരള കോൺഗ്രസിനില്ല. അപ്പോൾ കേരള കോൺഗ്രസ് ശക്തമല്ല. അവർ ക്രിസ്ത്യാനികളുടെ വലിയ പാർട്ടിയുമല്ല. അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ കൃത്യമായി വരാൻ കഴിയുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയിരുന്ന EMS അടക്കമുള്ളവർ കേരളത്തിൽ വ്യാപകമായി പ്രസംഗിച്ചിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമല കേസ് പിടിച്ചിരിക്കും, അയ്യപ്പനെ വിഗ്രഹം കത്തിച്ചതാരെന്ന് കണ്ടുപിടിച്ചിരിക്കും. പക്ഷെ അധികാരത്തിൽ വന്നിട്ടും 20 വർഷക്കാലം ഒന്നും ചെയ്തില്ല. EMSൻ്റെ ഭരണവും പോയി. 87 അത് അസംബ്ലിയിൽ വെച്ചത്. പക്ഷേ
അതിനു മുമ്പേ ഒരു അസംബ്ലിയിൽ വച്ചു, അത് വച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ട് അസംബ്ലിയിൽ വെച്ചു. ഒരൊറ്റ കോപ്പി ആർക്കും കൊടുത്തില്ല. മേശപ്പുറത്ത് വെച്ചാൽ മതിയല്ലോ, പിന്നെ കോപ്പി കൊടുത്താൽ മതിയല്ലോ. എന്തേ 57 മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കാതിരുന്നു? എന്തുകൊണ്ട് അതിൽ അജ്ഞാതരായവർ കത്തിച്ചു? ആരെയാണ് നിങ്ങൾ മോഹിപ്പിച്ചത്? ആരെയാണ് തടഞ്ഞത്? എന്നും ഹിന്ദു ഇങ്ങനെ തന്നെയായിരുന്നു. ഭാരതത്തിൽ ഹിന്ദുവിനെയാണ് പറ്റിക്കാൻ പറ്റുക. അവരെ ഗോതമ്പ് കൊടുത്തും അരി കൊടുത്തും പല രൂപത്തിലൊക്കെ മതം മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് കുറച്ച് പേരെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ആക്രമിച്ചില്ലാതാക്കിയിട്ടുണ്ട്. എത്രയെത്ര കഥകളാണ് കേൾക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ കാര്യമാണ് ഞാനീ പറയുന്നത്. 1957 ഒരു റിപ്പോർട്ടുണ്ടാക്കി ഗവൺമെൻറ് മേശപ്പുറത്ത് വച്ചിട്ട് അത് ആർക്കും കൊടുക്കാതിരുന്നെങ്കിൽ 87 റിപ്പോർട്ടുണ്ടാക്കി പുറത്തു കൊടുത്തു. അതിനിടയിൽ ഒരുപാട് വെള്ളം ചേർന്നോ? 57 റിപ്പോർട്ടിൽ വെള്ളം ചേർന്നോ? എന്തുകൊണ്ട് അവരുടെ പേര് പറഞ്ഞില്ല? കരിമ്പിനാൽ കുടുംബം എന്നൊക്കെ അല്ലാതെ ഉള്ള സോഴ്സിൽ പുറത്തു വരുന്നതാണ്. എന്തുകൊണ്ട് ആ റിപ്പോർട്ടിൽ കൃത്യം പേര് പറഞ്ഞില്ല? എന്തുകൊണ്ട് കൃത്യം നടപടി ഉണ്ടായില്ല? വളരെ ഗൗരവമായ ചോദ്യമാണ്. അപ്പോൾ അന്നും കള്ളന്മാർ രക്ഷപ്പെട്ടു, കൊള്ളക്കാർ രക്ഷപ്പെട്ടു, തീവച്ചവർ രക്ഷപ്പെട്ടു, ഇന്നും രക്ഷപ്പെടുന്നു. നിങ്ങൾ ആലോചിക്കുക. അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്, ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. നിങ്ങൾക്ക് അമ്പലങ്ങളോട് താല്പര്യമില്ലെങ്കിൽ, ക്ഷേത്രങ്ങളോട് താല്പര്യമില്ലെങ്കിൽ അത് വിട്ടേക്കുക. അത് വിശ്വാസികൾ നടത്തുകയോ നടത്താതിരിക്കുകയോ എന്തോ ചെയ്തോട്ടെ. പക്ഷേ ക്ഷേത്രങ്ങളെ പിടിച്ചു വച്ച് അത് നടത്തുകയാണെന്ന് പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തി വളരെ വലിയ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ഹൈപ്പുണ്ടാക്കുമ്പോൾ, അവിടുത്തെ പണവും സ്വർണവും കണ്ടിട്ടാണെങ്കിൽ അത് ഒരു വല്ലാത്തൊരു ഗതികേടാണ്. നിങ്ങളുടെ അല്ല, ഹിന്ദുവിൻ്റെ ഗതികേടാണ്. ഹിന്ദുക്കൾ എന്നും ഇങ്ങനെ പറ്റിക്കപ്പെട്ട് രാഷ്ട്രീയമായി പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന എല്ലാ ഹിന്ദുക്കളും ഉടനെ തന്നെ മാറി RSS BJP ഒക്കെ ആയി സംഘപരിവാറിലേക്ക് പോകണമെന്നൊന്നും ഒരു അഭിപ്രായമില്ല. അങ്ങനെയൊന്നും ഈ വീഡിയോ ആരും ഇൻ്റർപ്രറ്റ് ചെയ്തുള്ളായിരുന്നു. അങ്ങനെ ആരും ചെയ്യുന്നുമില്ല. ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിതതിന് ശേഷം ജയിച്ചത് കോൺഗ്രസ് ആണ്, BJP അല്ല, RSS അല്ല. അങ്ങനെയും വന്നു. അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു അർത്ഥം എങ്കിൽ ചോദിക്കും, കോൺഗ്രസിന് കൊടുക്കാനാണോ ഈ വോട്ടെല്ലാം കൂടി? കോൺഗ്രസിന് കൊടുക്കാനാണോ? ഒരിക്കലുമല്ല. കോൺഗ്രസിന് കൊടുക്കാനുമല്ല, BJPക്ക് കൊടുക്കാനുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാനുമല്ല. വോട്ടാർ കൊടുക്കണമെന്നുള്ളതല്ല പ്രധാനം. ഈ നയപരിപാടികൾ രൂപീകരിച്ചുകൊണ്ട് ഹിന്ദുവിനെ ആര് രക്ഷിക്കും, അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ ആര് സംരക്ഷിക്കും എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ശബരിമല കൃത്യമായ ഇടവേളകളിൽ 1902 സ്വാഭാവികമായി കത്തി, 50 കത്തിച്ചു. പിന്നെ ഇങ്ങോട്ട് ശബരിമലയുടെ കഥകൾ എടുത്താൽ എല്ലാം വിശ്വാസവഞ്ചനയുടെ, ചതിയുടെ കഥയാണ് അവിടെ കേൾക്കുന്നത്. എന്തുകൊണ്ട് ശബരിമലയിൽ ഇങ്ങനെ ചതിയുടെയും വഞ്ചനയുടെയും കഥ കേൾക്കുന്നു എന്ന് ഹിന്ദു സമൂഹം എന്നാണ് ഉണർന്ന് ചിന്തിക്കുക? അതോ മന്ത്രിമാർ അതിനകത്ത് വന്നു പോയത് കൊണ്ട്, അവരുടെ പേരുകൾ സൂചനയായി വന്നതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഉറങ്ങും? തന്ത്രിമാരുടെ പേര് വന്നതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിലെ വരേണ്യവർഗവും ഉറങ്ങും? അപ്പോഴും ഒരു ചോദ്യമേ ഉള്ളൂ. ശബരിമല ആചാരലംഘനമെന്നൊക്കെ പറഞ്ഞ് 2018 ഇത് വന്നപ്പോൾ, വിധി വന്നപ്പോൾ അതിനെതിരെ കുറച്ച് അമ്മമാർ, സഹോദരിമാരാണ് തെരുവിലിറങ്ങിയത്. പിന്നെയാണ് ബാക്കി എല്ലാ ചേട്ടന്മാരും വന്നത്. അതുപോലെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന കുറേ അമ്മമാരും സഹോദരിമാരും തെരുവിലിറങ്ങേണ്ട സമയമായി. അത് അയ്യപ്പനെ രക്ഷിക്കാനല്ല, ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു അന്തസ്സും ആത്മാഭിമാനവും തിരിച്ചു പിടിക്കാനാണ്. ഈ ചാനലുകളിൽ വന്നു നിന്ന് ഹിന്ദുവിന് വേണ്ടി മെഴുകി മറിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നിങ്ങൾ ഈ പണി മതിയാക്കണം.